ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ വിരല് പുള്ളിയപ്പോ ഇങ്ങനെ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? എന്താ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അടുക്കളയിൽ നിന്നപ്പോ സഹായിക്കാൻ വന്നിട്ട് ദോശക്കല്ല് തട്ടിയിട്ട്. ഓ അതോ നല്ല ആളാ. ആ സർപ്പബലയുടെ കളത്തിലേക്ക് ഇറങ്ങിയപ്പോ പഴയതെല്ലാം എന്താ മറന്നോ? ഇല്ല, ഒന്നും മറന്നിട്ടില്ല. എന്റെ നെഞ്ചിൽ ചേർന്നെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ കൈകളിൽ ചുംബിച്ച ഓർമ്മയുണ്ടോ? മതി നവി, മതി. എന്തു പറ്റി? നീറ്റലുണ്ടോ? ആ, നീറ്റലുണ്ടാവും. കളരിക്കലിന്ന് കൈ പൊള്ളിയാ അത്ര പെട്ടെന്നൊന്നും നീറ്റൽ അവസാനിക്കില്ല. ഇത്രയും കാലം ഇവിടെ കേട്ടോണ്ടിരുന്നത് ഗാതമുള്ള ഐശ്വര്യമുള്ളവളാണ്, ദൈവം കളരിക്കൽ വീട്ടിലേക്ക് സമ്മാനം തന്നതാണ് എന്നൊക്കെയായിരുന്നല്ലോ. അതെന്തായാലും ഇന്നത്തോടെ മാറിക്കിട്ടി. നിലവിളക്ക് കെട്ടതിന്റെ ലക്ഷണം വെച്ച് വേറെ വല്ലയിടത്തായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പടിയിറക്കിയ അല്ലേ? അയ്യോ എന്റെ അമ്മേ, അങ്ങനെ പടിയിറക്കാൻ പറ്റുമോ? കോടീശ്വരിയുടെ മോളല്ലേ? ദേ ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. മോളെ വെറുതെ ഓരോന്ന് പറയാ മുത്തശ്ശി, കേട്ടിട്ടേ എനിക്ക് വിഷമാവുന്നു. എന്താ നിർമ്മല നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ഈ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നേ? ശരി സുമിത്രേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോ കീർത്തി വിളക്കെടുക്കൂന്ന് വെക്ക. അവളുടെ കയ്യിൽ നിന്ന് ആ വിളക്ക് തറയെ വീണുപോയാ നിങ്ങൾ എന്തൊക്കെ പറയും? അവൾക്ക് ഐശ്വര്യം ഇല്ലാന്ന് പറയില്ലേ? ആ ചടങ്ങിന് എന്തെങ്കിലും ദുശകനുണ്ടെന്ന് പറയില്ലേ? ആ, ഇത് തന്നെയാ ഞാനും എന്റെ മോളും പറഞ്ഞോളൂ. ആ, അതെന്താ നിങ്ങൾക്കൊരു നിയമം ഞങ്ങൾക്കൊരു നിയമമൊന്നുണ്ടോ? മതിയമ്മായി, എല്ലാം കഴിഞ്ഞ് നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസമായതുകൊണ്ടാ ചിലതൊക്കെ കേട്ടിട്ട് ഞാൻ കേട്ടില്ല എന്ന് വെച്ചത്. അതെന്റെ ദൗർബല്യമായിട്ടൊന്നും കാണണ്ട. രണ്ടുപേർക്കൂടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ അകത്തേക്ക് വയ്ക്കോ. അതാണ് രണ്ടുപേർക്കും നല്ലത്. ഞങ്ങള് പോയിക്കോളാം. അല്ലേലും ഞാനും എന്റെ കുടുംബവും മാളത്തിലൊളിച്ച പോലെയാണല്ലോ ഇവിടെ കഴിയുന്നേ. ഞങ്ങൾ ഒളിച്ചിരുന്നോണ്ട് മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടായാൽ മതി. നീ വാടി. നവീൻ, എന്തിനാ ഇവറ്റകളൊക്കെ സഹിക്കുന്നേ? എത്ര കാലമായി എല്ലാവരും ഇവര് പരിഹസിച്ചോണ്ട് നടക്കുന്നു. പോട്ടെ മോളെ, കാര്യമാക്കണ്ട. എല്ലാവരും നമ്മളെപ്പോലെ നല്ലത് ചിന്തിക്കണമെന്നില്ലല്ലോ. ദൂഷ്യം പറയാൻ ശീലിച്ചവര് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളത് കേട്ടില്ല എന്ന് കരുതിയാ മതി. വിടണം. ഇത്തരക്കാർക്കുള്ള മറുപടി നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ളതാ. അസൂയക്കാരുടെയൊക്കെ കണ്ണു പൊട്ടട്ടെ, കാണിച്ചു കൊടുക്കാം നമുക്ക്. അല്ലേ മുത്തശ്ശി? അത് തന്നെയാ. ഇത്തരം സംസാരങ്ങൾക്കൊക്കെ ഒരു സമയമുണ്ട്. കുറച്ചു നാള് കഴിയുമ്പോ അത് അവര് തന്നെ അവസാനിപ്പിച്ചോളൂ.